ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇറങ്ങാൻ ഇനിയും ഏകദേശം 12 ദിനങ്ങൾ കൂടെ മാത്രം ബാക്കി നിൽക്കുകയാണ്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വിടുന്നില്ലെങ്കിലും ട്രെയിലർ വന്നപ്പോൾ തന്നെ ഒന്ന് ഉഷാറായിട്ടുണ്ട് എല്ലാവരും എന്ന് തന്നെ പറയാം. ഡൊമിനിക്കിൻ്റെ ട്രെയിലർ ഇതാ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ക്യാപ്ഷനും വന്നിരിക്കുന്നു: ഞങ്ങളുടെ ഏജൻസിയെ ചെറുതായി കാണരുത്, വാച്ച് ദ ട്രെയിലർ ഓൾസോ ഓൺ ബിഗ് സ്ക്രീൻ എന്ന് പറഞ്ഞ് ആ ഒരു പോസ്റ്റർ, അതിമനോഹരമായ അതിരസകരമായിട്ടുള്ള ആ ഒരു പോസ്റ്റർ നമുക്ക് കാണാൻ കഴിയുന്നു. അതെ, ഇനി നമ്മുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ മിക്ക സിനിമകളുടെയും ഈ ഒരു ട്രെയിലർ കാണാൻ കഴിയും. എന്തായാലും ട്രെയിലർ മികച്ചതായിരിക്കുന്നു. ടീസർ പോലെ അങ്ങ് നിറം മങ്ങിയതായിരുന്നില്ല എന്നുള്ളത്. ചെറിയ സിനിമയായി ചെറിയ ബഡ്ജറ്റിൽ വരുന്ന ചെറിയ കഥ പറയുന്ന ഒരു നല്ല സിനിമയായിരിക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. എന്തായാലും ഓരോരുത്തരും കാത്തിരിക്കുകയാണ് ഡൊമിനിക്കിനെ തിയേറ്ററിൽ കാണാനായിട്ട്. ഇതിനോടകം തന്നെ മിക്ക ഇറങ്ങിയ 2 സിനിമകൾ, അത് രണ്ടും മികച്ച രീതിയിൽ പോയി. ഇപ്പോൾ ഡൊമിനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒപ്പം മോഹൻലാൽ നായകനായി എത്തുന്ന തുടരും എന്ന ചിത്രവും തൊട്ടടുത്ത് തന്നെയുണ്ട്. അങ്ങനെ ഒരു ക്ലാഷ് റിലീസ് വരുമ്പോഴും ഡൊമിനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഒന്ന് കൈപ്പൊക്കുക, ഒന്ന് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക. എന്താണേലും ഡൊമിനിക്കിൻ്റെ ട്രെയിലർ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കൊന്ന് പറയാം. മികച്ച രീതിയിൽ തന്നെയായിരുന്നു ട്രെയിലർ വന്നത്. പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം തന്നെ, മമ്മൂട്ടി കമ്പനി, അത് തന്നെയാണ് നമുക്ക് ഉറപ്പുള്ള കാര്യം. മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും ഒരുമിച്ചാൽ അതിലെന്തെങ്കിലും ഉണ്ടാകും. അത് വെറും സംഭവങ്ങളല്ല, പ്രത്യേകിച്ച് മമ്മൂട്ടിയെ കൊണ്ട് ഞെട്ടിക്കുന്ന സംഭവങ്ങളും ഒപ്പം നല്ല ഒരു സംഭവം, ഒരു കഥയുമായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. എന്താണ്, സിനിമ വേറൊരു ലെവലിലേക്ക് പോകുന്നതായിരിക്കും. 2025 ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ആകാനുള്ള ഒരുക്കങ്ങളാണ് ഈ ഒരു സിനിമ എത്തുന്നത്. കാത്തിരിക്കാം. നല്ല സിനിമകൾ വരുന്ന സീസണാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.